കുറച്ച് കാലമായിട്ട് പിണറായി വിജയന് എന്താണ് താൻ പറയുന്നത് ഒരു വ്യക്തതയുമില്ല. വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുക. നിങ്ങൾക്കറിയാലോ, പണ്ടൊക്കെ എഴുതി കൊടുക്കുക ചെയ്യാം. എഴുതി കൊടുത്ത സാധനമാണ് മൂപ്പര് തപ്പിത്തടഞ്ഞു വായിക്കുക. പത്രസമ്മേളനങ്ങളിൽ പോലും കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകന്മാരുടെ അടുത്ത് നിന്ന് ചോദ്യങ്ങൾ വാങ്ങിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് അത്തരം ചോദ്യങ്ങൾ കൊടുക്കുക. എന്തെങ്കിലും ആവട്ടെ, അവരാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങൾ നേരത്തെ തന്നെ പിണറായി വിജയന്റെ PR ടീം അതിന് വ്യക്തമായ ഉത്തരമൊക്കെ എഴുതിയിട്ട് പിണറായി ഏൽപ്പിക്കും. അതല്ലാതെ പിണറായിക്ക് കൃത്യമായ ഒരു മറുപടി ഒരു കാര്യത്തിനില്ല, പറയാൻ പറ്റില്ല. അയാൾ കണ്ട് പഠിക്കേണ്ടത് VD സതീശനെയാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് VD സതീശന്റെ നിയമസഭാ പ്രസംഗങ്ങളാണത്രേ. ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എത്ര പ്രഗത്ഭ നിയമസഭാ സാമാജികർ ഉണ്ടായിട്ടുണ്ടല്ലേ, എത്ര പ്രഗത്ഭ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. EMS മുതൽക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കോ, എത്ര പ്രഗത്ഭർ. പക്ഷെ ഇവരുടെ ഒന്നും നിയമസഭയിലുള്ള ഇവരുടെ പ്രകടനമുണ്ടല്ലോ, നിയമസഭയിലുള്ള ഇവരുടെ പ്രസംഗങ്ങൾ, അതായത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള ഇവരുടെ മറുപടികൾ, ഇതൊന്നും അങ്ങനെ ജനങ്ങളെ ആകർഷിക്കുന്നതല്ല. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല. VD സതീശൻ ഓരോ ചോദ്യങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് ക്ലാരിറ്റിയോടെ, അല്ലെ, ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോടെ VD സതീശന്റെ ഉത്തരങ്ങൾ. ഇതിന്റെ മുന്നിൽ നിസ്സഹായനായി. അതാണ് കഴിഞ്ഞ ദിവസം ഇയാൾ ചീത്ത പറഞ്ഞത്, KN ബാലഗോപാൽ. ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഷ്ടം തോന്നും, നമുക്ക് കഷ്ടം തോന്നും. കാരണം നിയമസഭയിൽ ഇത്രയും അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പിണറായി വിജയനെ ചീത്ത പറയുകയാണ് ഈ പറയുന്ന KN ബാലഗോപാൽ. ഈ KN ബാലഗോപാൽ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പെട്ടി തൂക്കിയായിരുന്നു. പിണറായി വിജയന്റെ പെട്ടി തൂക്കി നടന്നിട്ടാണ് ഇയാൾ ഈ സ്ഥാനത്തെത്തുന്നത്. അതയാൾ മറന്നു പോകരുത്. നമുക്കിപ്പോ പിണറായി വിജയനോട് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും പിണറായി വിജയനെ ഈ രീതിയിൽ നിയമസഭയിൽ അപമാനിക്കുന്നത് KN ബാലഗോപാൽ ചെയ്യാൻ പറ്റൂ? കഴിഞ്ഞ ദിവസം നമ്മൾ ഷിബു ബേബി ജോണിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രസ്താവന, ആ പ്രസ്താവനയിൽ പ്രകോപിതരായിട്ട് പ്രതിപക്ഷമാകെ ഇളകി പറയുകയാണ്. പിണറായി വിജയൻ ഇരുന്നോടത്ത് തന്നെ ഇരിക്കുകയാണ്. പിണറായി വിജയൻ ഇങ്ങനെ വേറെ ഏതോ ലോകത്താണ്, ധ്യാന നിമഗ്നനായിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. എന്നിട്ട് ബാലഗോപാലിനായിരുന്നു എന്താ പറയാ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചെന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത്. അത് ചാടിക്കറിങ്ങാണ്ട് പിണറായി കരസ്ഥമാക്കി എന്നൊക്കെയായിരുന്നു ഉപശാലികളുടെ സംസാരം. അതെന്തോ ആകട്ടെ. പക്ഷെ ബാലഗോപാലിന്റെ മനസ്സിൽ ഈ കാരണബോധം കയറി വന്നതുകൊണ്ടാണ് തനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായത് എന്ന ഒരു നഷ്ടബോധം ബാലഗോപാലിൽ ഉണ്ട് കേട്ടോ. അത് ബാലഗോപാലിന്റെ പ്രകടനങ്ങളിൽ ഒക്കെ ഉണ്ട്. അതാണ് അസഹിഷ്ണുതയോടെ പിണറായി വിജയനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇവര് പറയുന്നത് കേട്ടില്ല, നിങ്ങൾ എന്താ പറയുക, ഇരിക്കുകയാണോ, നിങ്ങൾ വായുന്നത് പഴാണോ, എന്തെങ്കിലും മറുപടി പറയണോ? ഇങ്ങനെ അല്ല ചോദിച്ചതെങ്കിലും KN ബാലഗോപാലിന്റെ ആ ചോദ്യത്തിന്റെ കണ്ടന്റ് ഇത് തന്നെയായിരുന്നു. എന്താണോ താൻ, വായി പഴമാണോ തന്റെ, ഒന്ന് എഴുന്നേറ്റ് മറുപടി പറയടോ, താൻ പ്രതിപക്ഷ നേതാവല്ലടോ. ഇങ്ങനെയാണ് ബാലഗോപാൽ ചോദിച്ചതിന്റെ സാരാംശം. പിണറായി ആകന്തം വിട്ട് വായ തുറന്ന് നോക്കുകയാണ്. ആ സീന് നിങ്ങൾ കാണണം കേട്ടോ. ആ സീന് നിങ്ങൾ കാണണം. പെറ്റ തള്ള സഹിക്കില്ല കേട്ടോ. കാരണം പിണറായി വിജയന്റെ ജീവിതത്തിൽ ഇത്രയും നിസ്സഹായനായി, ഇത്രയും ദയനീയനായി പിണറായി വിജയൻ നോക്കുകയാണ് ബാലഗോപാലിനെ. എടോ പെട്ടി നോക്കി, നീയാണ് എന്നെ പരിഹസിക്കുന്നതല്ലേ? എന്നിട്ട് ഇയാൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ പിണറായി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഇവിടെ ചിലരൊക്കെ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഷിബു ബേബി ജോണിനെ അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ബാലഗോപാലിന്റെ മാതിരി ചില കീടങ്ങളെയാണ് പിണറായി ഉദ്ദേശിച്ചതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇറങ്ങിപ്പോകുകയാണ്. പിണറായിക്ക് അതേ പറയാനുള്ളൂ, ഞങ്ങളിതാ ഇറങ്ങിപ്പോകുകയാണ്. അത് പിന്നെ നോക്കി വായിക്കേണ്ട കാര്യമില്ല. ഇയാൾ ഇറങ്ങിപ്പോകുന്നു. എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോയി? ആ നിയമസഭാ കവാടം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 48 or 50 പടികളുണ്ട് താഴോട്ട് ഇറങ്ങാൻ. ഈ 50ഓളം പടികള് ഈ മനുഷ്യൻ ഈ 81ാം വയസ്സിൽ കഷ്ടപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പ്രായത്തിൻ്റെതായ അവസ്ഥകൾ ഉണ്ടെങ്കിലും അങ്ങേരി 50 സ്റ്റെപ്പുകളും ഇറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഓർത്തു പോകുന്നത്, പണ്ട് ഈ നവകേരള സദസ്സ് നടന്ന കാലത്തെ ബസ്സിന്ന് 2 സ്റ്റെപ്പ് ഇറങ്ങാൻ, 2 സ്റ്റെപ്പ് ഒരു ബസ്സിന്ന് 2 സ്റ്റെപ്പ് ഇറങ്ങാൻ ലിഫ്റ്റ് പിടിപ്പിച്ചവനാണ് പിണറായി വിജയൻ, അല്ലേ?
അതിന് ഏതാണ്ട് ഒരു 5-10 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ബസ്സിന് ഒരു ലിഫ്റ്റ് എവിടെയും കെട്ടിക്കുന്നോ, ബസ്സിന് ലിഫ്റ്റ് രണ്ടടി ഇറങ്ങാൻ, 2 സ്റ്റെപ്പ് ഇറങ്ങാൻ. അന്നെന്തേ പിണറായി വിജയന്റെ കാലിന്? കാരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, ഖജനാവ് കൊള്ളയടിക്കാം, പിണറായി വിജയന് തോന്നിയതൊക്കെ ചെയ്യാം, അർമാദിക്കുകയായിരുന്നില്ലേ, അഹങ്കരിക്കുകയായിരുന്നില്ലേ അല്ലേ? ബസ് ഇറങ്ങാൻ ലിഫ്റ്റ് പിടിപ്പിച്ചവൻ ഇപ്പോ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും പ്രായമായി, പ്രായത്തിന്റെ അവസ്ഥകളുണ്ട്, എന്നിട്ടും 48-50 സ്റ്റെപ്പുകൾ ഇറങ്ങി വരികയാണ് ഈ മനുഷ്യൻ. വാക്കൗട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അയാൾക്കായിരുന്നു ബസ് ഇറങ്ങാൻ ലിഫ്റ്റ്. വീട്ടില് അടുത്ത അടുത്ത നിലയിലേക്ക്, 1-ാം നിലയിലേക്ക് പോകാൻ അവിടെയും ലിഫ്റ്റ്, അവിടെയും ചെലവാക്കി 36-37 ലക്ഷം രൂപ. ആ കൊള്ളയടിക്കാനുണ്ടല്ലോ, ജനങ്ങളുടെ പൈസ ഉണ്ടല്ലോ. അപ്പൊ ജനങ്ങളുടെ പൈസ എടുത്ത് പുട്ടടിച്ച് അവസാനം പിണറായി വിജയന് ജനങ്ങളുടെ പൈസ എടുത്ത് പുട്ടടിക്കാതിരിക്കാൻ പറ്റില്ല എന്നായപ്പോഴാണ് ഇയാള് പ്രതിപക്ഷ നേതൃസ്ഥാനം എനിക്ക് വേണമെന്ന് പറയുന്നത്. PB പോളിറ്റ് ബ്യൂറോ പറഞ്ഞു ഇയാൾ വേണ്ട. അവസാനം വോട്ടെടുപ്പ് നടന്നപ്പോഴാണ് 7 പേര് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുത് എന്ന് പറഞ്ഞത്. അവസാനം പിണറായി വിജയൻ സ്വന്തം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ ജയിച്ചു. അങ്ങനെ പ്രതിപക്ഷ നേതാവായി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ പ്രതിയോഗി എന്ന് പറയുന്നത് VD സതീശനല്ല, കൂട്ടത്തിലുള്ള KN ബാലഗോപാലാണ്. ഇന്നലെ വരെ കൂടെ പെട്ടി തൂക്കിയായിട്ട് നടന്നിട്ട് ആ KN ബാലഗോപാലാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ ഈ നിയമസഭയിൽ ഇത്രയും സാമാജികരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു വിലയും ഇല്ലാത്തവനെ പോലെ, ഒരു പുഴുവിനെ പോലെ മുഖത്ത് നോക്കി ആക്രോശിച്ചത്. എടോ കാരണഭൂതമേ, തന്റെ വായിൽ പഴമാണോ, ഇണീറ്റ് വല്ലതും പറയടോ, നീ ഒരു പ്രതിപക്ഷ നേതാവല്ലോ, പറ്റൂല്ലെങ്കിൽ വേറെ പണി നോക്കി പോടോ എന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. ബാലഗോപാലിന്റെ മുഖത്തെ ക്രൗര്യം, മുഖത്തെ രോഷം, മുഖത്തെ പുച്ഛം, അതിലാണ് പിണറായി ആകെ അമ്പരന്ന് വായ തുറന്നിട്ട് പിണറായിയുടെ ദയനീയ ചിത്രം. ഒരുപക്ഷെ പിണറായിയുടെ ഇത്രത്തോളമല്ല, ഇത്രയും കാലത്തിടക്ക് പിണറായിയുടെ വിവിധങ്ങളായ ഭാവങ്ങളിൽ ഇത്രയും നിസ്സഹായനായ ഒരു പിണറായി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമുക്കറിയാലോ, മാത്യു കുഴൽനാടനൊക്കെ പണ്ട് വീണ വിജയനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് നിയമസഭയിൽ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അന്ന് പിണറായി വിജയൻ ക്ഷുഭിതനായി ആകെ വിറച്ച് കലിതുള്ളിക്കൊണ്ട്, അപ്പോഴും പിണറായി വിജയൻ ഇങ്ങനെ നിസ്സഹായാവസ്ഥയിലായിട്ടില്ല കേട്ടോ. പിണറായി വിജയന്റെ ജീവിതത്തിൽ ഇത്തരമുള്ള നിസ്സഹായാവസ്ഥ ഉണ്ടായിട്ടില്ലമേ, ഇത്തരമൊരു നിസ്സഹായാവസ്ഥ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാൾക്ക് മുമ്പിലും ചൂളി വിറച്ച് പോയിട്ടില്ല പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയൻ ബാലഗോപാലിന് മുന്നിൽ ചൂളി വിറച്ച് നിൽക്കുന്ന ആ രംഗം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ദുഃഖമുണ്ടായിട്ട്. ഞാൻ എന്റെ ഒരുപാട് വീഡിയോകളിൽ പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്. അത് പിണറായി വിജയനോടുള്ള ആജന്മ ശത്രുത കൊണ്ടൊന്നുമല്ല. ഈ മനുഷ്യൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന എന്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയല്ല, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അത് തെറ്റുമ്പോൾ നമുക്കത് വിളിച്ചു പറയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ അധികാരത്തിലെത്തിയ ജനങ്ങൾക്ക് അവകാശമുണ്ടല്ലേ വിളിച്ചു പറയാൻ, തിരുത്തിക്കാൻ. അപ്പോ ഇന്നത്തെ ദേശാഭിമാനിയിൽ ഏതായാലും പിണറായി വിജയന്റെ മറ്റൊരു വിഡിത്തമാണ്, വിൽപ്പന അനുവദിക്കില്ല എന്ന് പറയുന്നത്. ഉദ്ദേശിച്ചത് ഏതാണ്? നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ഇത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാതെ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താ പറയാ വാചക കസർത്തുകൾ. ഇവരൊന്നും മനസ്സിലാകാത്ത കാര്യം, ജനങ്ങൾക്ക് ഇവരെക്കാൾ ബോധവും വിവരവും ഉണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ ബോധവും വിവരവും ഉള്ളവരും ആ കൂട്ടത്തിലുണ്ട് എന്ന ബോധം ഓരോരുത്തർക്കും വേണം. അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ അവസാന വാക്കല്ല, അത് നമ്മുടെ ഒരു ബോധ്യമാണ്, നമ്മുടെ അനുഭവമാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു കാഴ്ചപ്പാടായിരിക്കും, മറ്റൊരു തരത്തിലുള്ള ഇവരുടെ അഭിപ്രായ പ്രകടനമായിരിക്കും. അത് അവർക്ക് രേഖപ്പെടുത്താം. പ്രത്യേകിച്ച് ഈ യൂട്യൂബിന്റെ ഒക്കെ ഒരു സാധ്യത എന്ന് പറഞ്ഞാലേ, ഇത് ഏകപക്ഷീയമായി ഞാൻ പറയുന്നതല്ല. എന്റെ സംസാരത്തിൽ വിയോജിപ്പുള്ള ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഇതൊരു ചർച്ചാവേദിയാണിത്. പക്ഷെ പിണറായി വിജയൻ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പിണറായി വിജയന്റെ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് മഹാവിഡ്ഢിത്തങ്ങൾ, ലോകവിഡ്ഢിത്തങ്ങൾ. നമുക്കൊരു സാധാരണ മനുഷ്യന്റെ ഒരു ബോധ നിലവാരം ഉണ്ടാവില്ലേ? ഇത് ഇപ്പൊ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ഈ സി പി എമ്മുകാരുടെ ഒരു ഇരട്ടത്താപ്പ്.
ഇരട്ടത്താപ്പ് നോക്കണം. ഇവരിപ്പോ വി ഡി സതീശനെ യു ടേൺ എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിക്കുമ്പോൾ യഥാർത്ഥ യു ടേണിന്റെ സ്പെഷ്യലിസ്റ്റുകൾ ആരാ? ഇടതുപക്ഷമല്ലേ എല്ലാ കാര്യങ്ങളും അവർ നേരത്തെ തീരുമാനിച്ച അല്ലെങ്കിൽ നേരത്തെ അവര് പ്രവർത്തിച്ച പദങ്ങളിൽ നിന്ന് യു ടേൺ അടിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ. ഏതൊക്കെ കാര്യങ്ങളിൽ അല്ലേ? എന്ത് പുരോഗതിയും നാട്ടിൽ എന്ത് പുരോഗതി ഉണ്ടായാലും ആദ്യം അതിന് വിലങ്ങ് തടിയാവുന്നത് ഇടതുപക്ഷമല്ലേ, CPM അല്ലേ? അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇവർക്കൊരു ബോധം വരിക. പണ്ടൊക്കെ പറയാറുള്ളത് ട്യൂബ് ലൈറ്റ് സ്വിച്ച് ഇട്ടാൽ കത്തുന്ന പോലെ എന്നാണ് പറയുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പഴയ ട്യൂബ് ലൈറ്റ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മിന്നി മാത്രമേ കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ ട്യൂബ് ലൈറ്റ് മാറി. പുതിയ സാങ്കേതിക വന്നപ്പോൾ ട്യൂബ് ലൈറ്റ് ഇപ്പോൾ ഈ ഇലക്ട്രോണിക് മറ്റേ ചോക്കൊക്കെ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് സ്വിച്ച് ഇട്ടപ്പോഴത്തേക്ക് ട്യൂബ് ലൈറ്റ് കത്തും. പക്ഷെ ഇപ്പോഴും CPMകാർക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്താൻ പിന്നെയും സമയമെടുക്കും. അങ്ങനെയാണ് പിണറായി വിജയൻ ഈ വിഴിഞ്ഞം പ്രശ്നത്തില് പിണറായി വിജയൻ അഭിപ്രായം പറയുന്നത്. പിണറായി വിജയനാണ് ഇതാകെ അലങ്കോലാക്കിയത്. നമുക്കറിയാലോ, ഇത് ആദ്യത്തെ പ്രാവശ്യം ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതിയിലെ ദേശാഭിമാനി വളരെ കൃത്യമായി അവർ പറഞ്ഞു, MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും, വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം. സാധാരണ കള്ളത്തരം എഴുതുന്ന പത്രമാണെങ്കിലും ഈ പത്രം ഒന്നാം തീയതിയിലെ പത്രം എഴുതിയത് വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം വരുന്നു. ആരാ നിക്ഷേപം കൊണ്ടുവരുന്നത്? മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എന്ന് പറയുന്ന MSC കമ്പനിയാണ് വിഴിഞ്ഞത്ത് 49% ഷെയറുകൾ വാങ്ങുന്നത്. നമ്മുടെ ഷെയർ ഒന്നല്ല, കേരളത്തിന്റെ ഷെയർ അല്ലാന്നേ. ഇവർ തെറ്റിദ്ധാരണ പടർത്തിയാണ്. ഇത് അദാനിയുടെ ഷെയറാണ്. അദാനിയുടെ ഷെയർ 49%. ഈ പറയുന്ന ആഗോള കപ്പൽ ഭീമന്മാർ എന്ന് പറഞ്ഞാൽ MSC ശരിക്ക് ഈ 13,270 കോടി എന്നാ പറയുന്നത്. 13,000 കോടി ഇവര് ഇതിൽ മുതൽ മുടക്കുകയാണ്, ഈ ഷെയർ വാങ്ങുകയാണ് ഇവര്. ഇത് ലോകത്ത് ഈ കപ്പൽ വ്യവസായത്തിന്റെ 25% കാൽഭാഗം MSCയുടെ അധീനതയിലാണ്. എല്ലാ പോർട്ടുകളും ഇപ്പൊ വിഴിഞ്ഞത്ത് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1000 കപ്പലുകൾ വന്നു എന്നാ പറയുന്നത്. 1000-നടുത്ത് കപ്പലുകൾ. അതിലാകെ 5 കപ്പലുകളെ MSCയുടേതല്ലാത്തുള്ളൂ. MSCയുടേതല്ലാത്ത ഒരു 5 കപ്പലുകളെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കപ്പലുകൾ മുഴുവൻ MSCയുടെ കപ്പലുകളാണ്. അവരാണ് 49% ഷെയർ, അദാനിയുടെ ഷെയർ വാങ്ങുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ദേശാഭിമാനി ഒന്നാം തീയതിയിലെ ദേശാഭിമാനി പറയുന്നു, LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് ഈ വിദേശ നിക്ഷേപം എന്ന് പറയുന്നത്. ഒരു വിദേശ നിക്ഷേപമാണ്. ഈ വിദേശ നിക്ഷേപം LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് എന്ന് ദേശാഭിമാനി ഒന്നാം തീയതി പറയുമ്പോൾ അതിൽ കുറെയൊക്കെ വാസ്തവമുണ്ട് കേട്ടോ. കാരണം ഉമ്മൻചാണ്ടിയാണ് ഈ വിഴിഞ്ഞത്തിന് പച്ചക്കൊടി കാണിക്കുക, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്, വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി പ്രാവർത്തികമാക്കിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാനാവില്ല. അതാണ് സത്യം, അതാണ് പരമമായ സത്യം. അത് കഴിഞ്ഞിട്ട് തുടർന്നു വന്ന പിണറായി വിജയൻ സർക്കാർ അതിന് ഇപ്പോഴത്തെ ഒരു രൂപത്തിലേക്ക് അത് മാറ്റി, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമികമായ പ്രവർത്തന ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം കഴിഞ്ഞു, ഇനി 3ഉം 4ഉം ഘട്ടങ്ങളിലേക്ക് ഇത് കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞം പദ്ധതി ഏറ്റവും മനോഹരമായി പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മളിപ്പോ ഒരു പാർട്ടിയുടെയും ഭാഗം ചേർന്നിട്ട് പ്രത്യേകിച്ച് പക്ഷപാതപരമായിട്ടൊന്നും കാണണ്ട. ഉമ്മൻചാണ്ടി തുടങ്ങിയ ഒരു പദ്ധതി പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് കുറെയൊക്കെ ഇഴഞ്ഞു നീങ്ങിയെങ്കിലും അത് ഇന്നത്തെ രൂപത്തിൽ എത്തിയല്ലോ. ഇത് പ്രവൃത്തി ഈ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ഘാടനം തുടങ്ങാത്തതിന്റെ പേരിൽ അദാനിയോട് വിശദീകരണം ചോദിക്കുകയും അദാനിക്ക് ഒരു പിഴ നിശ്ചയിക്കുകയൊക്കെ ചെയ്തിട്ടും അവസാനം അതൊക്കെ സബൂറാക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ അദാനിക്കൊപ്പമായിരുന്നു കഴിഞ്ഞ 10 വർഷവും CPM എന്ന് പറയുന്ന പാർട്ടിയും പിണറായി സർക്കാരിന്റെ ഗവൺമെന്റും. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞത് VN വാസുവനാണ്. ആരുടെ സാന്നിധ്യത്തിൽ? പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പറയുന്നു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. ഈ പാർട്ട്ണറായ അദാനി ഈ കഴിയുന്ന മെയാന്ന് മുതൽ ഇവരുടെ ശത്രുവായി മാറുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് വരെ അദാനി ഇവരുടെ പ്രിയങ്കരനായിരുന്നു, അദാനി ഇവരുടെ പാർട്ട്ണറായിരുന്നു, അദാനി ഇവരുടെ രക്ഷകനായിരുന്നു, അദാനി ഇവരുടെ ദൈവമായിരുന്നു. AKG സെന്ററിൽ കൊണ്ടുവന്ന് പരിപ്പോടിയും കാപ്പിയും കൊടുത്തതാണ് അല്ലെ? പരിപ്പോടിയും കട്ടൻ ചായയും കൊടുത്തതാണ്. അദാനി KPCC ഓഫീസിലല്ല വന്നത്, ഈ AKG സെന്ററിലായിരുന്നു. അദാനി ആ ഉദ്ഘാടന ചടങ്ങിലൊക്കെ അദാനിയുടെ ബലൂണും പിടിച്ചുകൊണ്ട് സഹാക്കന്മാർ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി ആഘോഷ തിമിർപ്പിൽ ആറാടിയതാണ്, നമ്മളൊക്കെ കണ്ടതാണ്. അദാനിയുടെ ബനീനുകളൊക്കെ ഇട്ടിട്ട് അദാനിയുടെ ആ പേര് ചാപ്പകുത്തിയ ആ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അദാനിയെ ഇവരിങ്ങനെ അർമാദിക്കുകയായിരുന്നു.
അദാനിയെ കൊണ്ടാടുകയായിരുന്നു. ഇപ്പോഴ് അദാനി ഇവർക്ക് അപകടകാരിയായി മാറി. പക്ഷേ ദേശാഭിമാനി ആദ്യത്തെ 1-ാം തീയതി പറയുന്നത് ഇത് ഈ 13,000 കോടിയുടെ നിക്ഷേപം വന്നത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിരുന്നു എന്ന് അവിടെ വളരെ പോസിറ്റീവായിട്ട് ദേശാഭിമാനി പറഞ്ഞു. പക്ഷേ കാരണഭൂതം നിയമസഭയിൽ പറയുകയാണല്ലോ, ഇതാകെ കേരളത്തെ തകരാറിലാക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഇപ്പോ ഭരിക്കുന്നത് UDF ആണ്, മുഖ്യമന്ത്രി VD സതീശനാണ്. അപ്പോൾ ഒരിക്കലും ഇതിന്റെ ക്രെഡിറ്റ് UDF കിട്ടാൻ പാടില്ല, ഇതിന്റെ ക്രെഡിറ്റ് VD സതീശന് കിട്ടാൻ പാടില്ല. അപ്പോൾ ഇത് അപകടകരമാണെന്ന് പറയാം. ഇന്നത്തെ ദേശാഭിമാനി മെയിൻ സ്റ്റോറി എല്ലാം മുഖ്യൻ അറിഞ്ഞ്. എന്തെല്ലാം നോക്കാം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ഇതെല്ലാം മുഖ്യൻ അറിഞ്ഞ്. ഇതെല്ലാം VD സതീശന്റെ ഒത്തുകളിയാണ്, അദാനിയുമായുള്ള ഒത്തുകളിയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇതിന്റെ ഇങ്ങേപ്പുറം തന്നെ നമ്മുടെ പിണറായി വിജയന്റെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റേതായ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: സർക്കാർ നിലപാട് വ്യക്തമാക്കണം, വിൽപ്പന അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. വിൽപ്പന അനുവദിക്കില്ല. ഇവിടെ വല്ല വിൽപ്പനയും നടന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാം എന്ത് വിൽപ്പനയാണ് നടന്നത്? ഇയാളിപ്പോ എന്താ പറയുന്നത്?